എന്തുകൊണ്ടാണ് ആ ഒരു ബംഗ്ലാവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് സയൺ ചോദിക്കുമ്പോഴത്തേക്കും ഹീജും കിഡ്നാപ്പർ അയച്ച വീഡിയോ ഒക്കെ അവനും കാണിച്ചു കൊടുക്കുന്നു. എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ടാണ് നീ അവിടെ പോയതെങ്കിൽ നീ എന്നോടല്ലേ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടത്. എന്ത് പറ്റി, നിനക്ക് എന്റെ അടുത്ത് പേടിയാണോ എന്നൊക്കെ അവനും ചോദിക്കുന്നു. 406 എന്നത് ഞാനാണെന്നൊക്കെ നീ കണ്ടെത്തുകയാണെങ്കിൽ നീയും എന്നോട് ക്ഷമിക്കുകയില്ല എന്നും ഒരിക്കലും നിനക്ക് എന്നെ കാണുവാനായിട്ട് ആഗ്രഹം ഉണ്ടാവുകയില്ല എന്നുമാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് തന്നെ നീ എല്ലാം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു പോയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ഉള്ളിലും എന്തെങ്കിലും രഹസ്യമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിനക്കും തോന്നിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഇത്രയും കാലമായിട്ടും എന്നെ ആരും ഇതുപോലെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ശരിക്കും സന്തോഷം എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു സന്തോഷമൊക്കെ ഇല്ലാതാകുമോ എന്ന പേടി കാരണമായിരുന്നു നിന്റെ അടുത്തും ഒന്നിനെക്കുറിച്ച് ഞാൻ ചോദിക്കാതിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജുവും പറയുന്നു. നീയും ഒരു കാര്യങ്ങളും എന്റെ അടുത്ത് നിന്നും മറച്ചു വെക്കരുത്. എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. എനിക്കും അതൊക്കെ ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ചെയർമാന്റെ ചെറുമകൻ, ചെയർമാന്റെ മകന്റെ മകൻ, അതുപോലെ തന്നെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള സയോൺ, ഈ എല്ലാ പദവികളും ഞാൻ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ പോലും ഹീജയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്ന പദവി മാത്രം എനിക്ക് വേണ്ടെന്ന് വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിനക്കറിയാവുന്ന ഈ ഒരു സയോൺ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും നിന്റെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവളെ സമാധാനിപ്പിക്കുന്നു. ഇനിയും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. 3 വർഷം മുമ്പ് എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ വിവാഹമൊക്കെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും അച്ഛനും അതെല്ലാം തന്നെ സമ്മതിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പ് സയോന്റെ ശരിക്കുമുള്ള അച്ഛനല്ല ഇതെന്ന് തെളിയിക്കുന്ന DNA റിസൾട്ട് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ തന്നെയല്ലേ? ശരിക്കും അച്ഛൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? എന്ത് കോൺട്രാക്ട് ആണ് അച്ഛനും ചെയർമാനും തമ്മിൽ ഉള്ളതെന്നൊക്കെ ഇനിയും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിന്റെ സമയത്ത് ഇനിയും ഓടിപ്പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീജോനെ വെച്ചിട്ട് സയോന്റെ വിവാഹമൊക്കെ നടത്തണമെന്ന ഒരു നിർദ്ദേശമൊക്കെ ഇനയുടെ അച്ഛനും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സയോന്റെ അച്ഛനും അമ്മയ്ക്കും അതിനോട് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇനയുടെ അച്ഛനും ഒരു എഗ്രിമെന്റ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയർമാനും ഇനയുടെ അച്ഛൻ പറയുന്ന ഏതൊരു കാര്യവും ഏതൊരു സമയത്തും ചെയ്തു കൊടുക്കുന്നതായിരിക്കുമെന്ന രീതിക്ക് ഒരു എഗ്രിമെന്റ് ഒക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിന്റെ പേരിലായിരുന്നു ഇങ്ങനെ ചെയർമാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഒന്നും തന്നെ ഈ ഒരു ഇനയുടെ അച്ഛൻ മറ്റാരുടെയും അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് ഇനയ്ക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചപ്പോഴത്തേക്കും ആ ഒരു കേസിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഒന്നും തന്നെ നടത്തേണ്ടെന്നായിരുന്നു പോലീസിന്റെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതിന് പിന്നിലും എന്തോ ഒരു കാര്യമില്ലേ? ശരിക്കും ഇത്രയും കാലമായിട്ട് അച്ഛൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന രഹസ്യം എന്താണെന്നൊക്കെ ഇനിയും അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. പക്ഷെ ആ രഹസ്യം എന്താണെന്ന് തുറന്നു പറയുവാനായിട്ട് അച്ഛൻ തയ്യാറല്ലായിരുന്നെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും ഒരാളെ കൊല്ലുവാനായിട്ട് തോക്കൊക്കെ ചൂണ്ടി നിൽക്കുന്ന ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സയോണെ ഏതോ ഒരാൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട്. അയാൾക്കും ഹീജോനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം. അതായത് നീയും സയോണുമല്ല, മറിച്ച് ഹീജോ സയോണുമാണ് വിവാഹം കഴിച്ചതെന്ന കാര്യം പോലും അയാൾക്ക് അറിയാമെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും ഇനിയും അപ്പോഴായിരുന്നു അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നത്. യൂറിയും സയോന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയാണ്. അവരും വളരെ ലവ്ലി ആയിട്ടുള്ള കപ്പിൾസ് എന്ന രീതിക്കായിരുന്നു സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സയോന്റെ കേസിനെ കുറിച്ചും മറ്റൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കേസൊക്കെ കാരണം എന്റെ മകനായിട്ടുള്ള സയോൺ ഒരുപാട് വിഷമിക്കുന്നൊക്കെയുണ്ട്. അവന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയുവാനായിട്ടുള്ളൂ, ഞാൻ എന്നും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ സയോണെ അമ്മ പൂട്ടിയിട്ടിട്ട് ഇതേ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് കാണിക്കുന്നു. അതായത് അമ്മ ശരിക്കുമുള്ള സയോന്റെ അടുത്തായിരുന്നു ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അമ്മ അതേ സയോന്റെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഹീജും കുറെ ദിവസത്തെ അവധിക്ക് ശേഷം വർക്കിന് വേണ്ടിയൊക്കെ എത്തിയിരിക്കുകയാണ്. ഹീജുന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഹീജുന് സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കൊക്കെ ഹീജുനുമായിട്ട് നൽകുമ്പോഴത്തേക്കും ഹീജും വളരെയധികം ഹാപ്പി ആകുന്നു. സയോണും വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സയോണിന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനായിട്ട് റിപ്പോർട്ടേഴ്സിനുണ്ടായിരുന്നു. സയോണും എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റിപ്പോർട്ടേഴ്സ് വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളായിരുന്നു അവന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് എന്നെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് എന്ത് കാര്യമായിരിക്കുമെന്നൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അതുപോലെ ഡ്രഗ്സിന്റെ കേസും ആയിരിക്കുമോ, അതുപോലെ പെണ്ണ് കേസും ആയിരിക്കുമോ എന്നൊക്കെയല്ലേ നിങ്ങളുടെയും ചിന്ത. എന്തായാലും കിഡ്നാപ്പർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞിട്ട് നേരത്തെ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ അവനും പ്ലേ ചെയ്ത് കാണിക്കുന്നു.
ഈ ഒരു വീഡിയോയിൽ നിന്നും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തി ആ ഒരു വിവരമൊക്കെ എന്നെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് അവനും പറയുന്നു. ഹീജും അവളുടെ പണ്ടത്തെ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ട്രീറ്റ് ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡയറക്ടറും ആകെ വിഷമിക്കുന്നു. ഡയറക്ടർക്ക് അവൾ കുഞ്ഞു കുട്ടിയായിട്ട് സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുവാനായിട്ട് വന്നതിനെ കുറിച്ചായിരുന്നു ഓർമ്മയുണ്ടായിരുന്നത്. ഇപ്പോഴവളും പ്രസിഡന്റിന്റെ ഓഫീസിലെ സൈൻ ഇന്റർപ്രറ്റർ ഒക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഡയറക്ടർ ഉണ്ടായിരുന്നതും. നേരത്തെ ഒരു സീനില് ഫിഷിന്റെ ഷോപ്പൊക്കെ നടത്തിയ ഒരു വ്യക്തിനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാള് കാങ്ങിനെ കോൾ ചെയ്തിട്ട് സയോണുമായിട്ട് സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഹീജു വർക്ക് ചെയ്യുന്നിടത്ത് ലിഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേക്കും ലിഫ്റ്റില് സയോൺ കൂടെ ഉണ്ടായിരുന്നു. സയോണും കുറെ അധികം ആൾക്കാർ ലിഫ്റ്റിൽ കയറിയത് കാണുമ്പോഴത്തേക്കും ഹീജുനെ പിടിച്ച് അടുത്തൊക്കെ നിർത്തിയതിനു ശേഷം സൈൻ ലാംഗ്വേജിൽ അവളുടെ അടുത്ത് ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഇവരും സൈൻ ലാംഗ്വേജിലൊക്കെ സംസാരിച്ചതിന് ശേഷം പോകുന്നു. സയോണും ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കാങ്ങും സയോണെ അറിയിക്കുന്നുണ്ട്. നേരത്തെ ഒരു ദിവസം ഇതുപോലെ തന്നെ പാർക്കും കാങ്ങും ഒരുപോലെ സയോണിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് വന്നപ്പോഴത്തേക്കും പാർക്കിനെ ആയിരുന്നല്ലോ സയോൺ അകത്തേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കാങ്ങിനെ വിളിക്കുമ്പോഴത്തേക്കും വളരെയധികം ഷോ ഒക്കെ ഇറക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കർട്ടൻസ് എല്ലാം തന്നെ അടച്ചതിന് ശേഷമൊക്കെയാണ് സയോണിന്റെ അടുത്തൊക്കെ കാങ്ങും സംസാരിക്കുന്നത്. അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം മാത്രമായിരുന്നു അയാൾ ഫോണൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അയാൾ വിളിച്ച നമ്പറൊക്കെ നോക്കുമ്പോഴത്തേക്കും ചുവൻ ഫിഷിംഗ് എന്നായിരുന്നു ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ബിസിനസിന്റെ പേര്. ഇനി നേരത്തെ കോൾ ചെയ്ത ആളെ കാണിക്കുമ്പോഴത്തേക്കും അയാളും എവിടേക്ക് പോകുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരാള് പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുന്നു. നേരത്തെ അവരും പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ പ്രോഗ്രാമിനെടുത്ത ഫോട്ടോസ് ഒക്കെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹീച്ചും ആ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു കാര്യമൊക്കെ അവള് മനസ്സിലാക്കുകയാണ്. ഇനി സയോണും ജോൺ ഫിഷിംഗ് എന്ന ആ ഒരു ബിസിനസ് ഒക്കെ നടത്തുന്ന ആളെ കാണുവാനായിട്ട് പോവുകയാണ്. അയാളെ കുറിച്ച് കാണിക്കുമ്പോഴത്തേക്കും പണ്ട് സയോണെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അയാളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ദിവസം അവനെ ചെയർമാന്റെ വീട്ടുകാർ കൊണ്ടുപോവുകയായിരുന്നു. അന്ന് ഒന്നും മിണ്ടാതെ വിഷമിച്ച് നിൽക്കുക മാത്രമായിരുന്നു ആള് ചെയ്തിട്ടുണ്ടായിരുന്നതും. പണ്ടൊരു ദിവസം സയോണും വീട്ടിലൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും രക്ഷിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഒരു കുട്ടി നിലവിളിക്കുന്നതൊക്കെ അവനും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരാള് ഒരു കുട്ടീനെ മുക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അന്ന് അവനെ വളർത്തിയിട്ടുണ്ടായിരുന്ന അയാളാകട്ടെ അവനോട് അകത്തേക്ക് കയറി പോകുവാനൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. സോ അന്ന് കൊല്ലുവാനായിട്ട് ശ്രമിച്ച വ്യക്തി ആയിരിക്കുമോ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ അവനും ആലോചിക്കുന്നു. ഇനിയും ഹിജുനെ കാണുവാനായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും നീ എന്തിനാണ് വീണ്ടും നാട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നതെന്ന് ഹീജുവിൻ ചോദിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ച് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നെന്ന ചോദ്യമല്ലേ നീ എന്റെ അടുത്ത് ആദ്യം ചോദിക്കേണ്ടിയിരുന്നെന്ന് ഇനിയും അവളുടെ അടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്. സയോണും തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്ന ആളുടെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ മൊത്തത്തിൽ പുകയൊക്കെ ആയിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും അയാൾക്ക് ബോധമില്ലാതെ നിലത്ത് കിടക്കുകയായിരുന്നു. മാത്രമല്ല അവിടെ മൊത്തത്തിൽ തീയൊക്കെ പിടിക്കുന്നതാണ് അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവനും അയാളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനേനെയും കാണിക്കുന്നു. ഇനയും DNA ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം തന്നെ ഇപ്പോൾ ഹീജുനെയും കാണിച്ചിരിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ കണ്ടിട്ട് ഹീജുന് യാതൊരു വിധത്തിലുള്ള ഷോക്കും ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഹീജു ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും സയോണും എന്തെങ്കിലും കാരണവശാൽ നീ അറിഞ്ഞിട്ടുള്ള സയോൺ ഈ ഒരു ലോകത്തിൽ നിന്നും ഇല്ലാതാക്കുകയാണെങ്കിൽ ഞാനും ചെയർമാന്റെ മകന്റെ മകൻ എന്ന സ്ഥാനമൊക്കെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിലും ഹീജുന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സയോൺ എന്ന സ്ഥാനം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നതും കേൾപ്പിക്കുന്നു. അതേസമയം നേരത്തെ അവൻ രക്ഷിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ആളുടെ ഒപ്പം തന്നെ അവനും ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് ബോധ്യമില്ലാതെയൊക്കെ ആ ഒരു വീട്ടിൽ കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം നേരത്തെ ഹീജോ ഫോട്ടോസ് ഒക്കെ കണ്ട് ഷോക്ക്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സീനൊക്കെ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫോട്ടോസിലെല്ലാം തന്നെ സയോൺ ഹീജോനെ മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ടാണ് അവൾ ആകെ ഇമോഷണൽ ആയി പോയിട്ടുണ്ടായിരുന്നതും. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.